ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്ന ദിവസമാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ദിവസമാണല്ലോ. അത് ധ്യാനിക്കുന്ന ദിവസമാണല്ലോ. ഞാൻ ആമുഖമായി നിങ്ങളോട് പറയട്ടെ, ഇതൊരാചാരമായി തീർക്കുകയല്ല വേണ്ടത്, ഇതൊരനുഭവമാക്കി തീർക്കണം. ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത് ആ ദിവസത്തെ കാര്യങ്ങൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കുവാനല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ ആരാധിക്കുക, ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ആ കാൽവറിയിലെ സ്നേഹത്തെ പ്രൊക്ലെയിം ചെയ്യുക. അങ്ങനെ കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന വിജയം ജീവിതത്തിൽ അനുഭവിക്കുകയും വിജയത്തിലേക്ക് അനേകരെ നയിക്കുകയും ചെയ്യുക. അതാണ് ദൈവം പ്രസാദിക്കുന്ന യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. നമ്മുടെ ഈ ചിന്തകൾ ഏതെങ്കിലും ഒരു ദിവസം തങ്ങി നിൽക്കരുത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നാം ഇരിക്കുകയല്ല. തീർച്ചയായും ആ ഓർമ്മ പുതുക്കി എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഒരു ദിവസത്തിൽ മാത്രം തങ്ങി നിൽക്കരുത്. എന്നും നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും. ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. എന്നാൽ അത് മലയാളത്തിൽ നാം പറയുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നു. അവിടെ ഒരു വിരോധാഭാസം നമുക്ക് ഫീൽ ചെയ്യും. ഗുഡ് ഫ്രൈഡേ എങ്ങനെ ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ചയായി? അഥവാ ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ച എങ്ങനെ നല്ല വെള്ളിയാഴ്ചയായി, സന്തോഷത്തിൻ്റെ വെള്ളിയാഴ്ചയായി? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിന്നേറ്റു, അടിയേറ്റു, തുപ്പലേറ്റു, തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. കണ്ടു നിന്നവരെല്ലാവരും ദുഃഖിച്ചു, കരഞ്ഞു, മാറത്തടിച്ചു. അനേകർ കർത്താവിന് ദുഷിച്ചപ്പോൾ ചിലരെല്ലാം കർത്താവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ശരിയാണ്, കർത്താവ് അടിയേറ്റു, വേദനിച്ചു, കർത്താവിന് വേദനിച്ചു. കർത്താവിൻ്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ചു, കോല കൊണ്ടടിച്ചു, അവിടുന്ന് രക്തം ചീറ്റിത്തെറിച്ചു. കർത്താവിൻ്റെ രോമകൂപങ്ങൾ പിഴുതെടുത്തു, അവിടുന്ന് രക്തം വന്നു. കർത്താവിൻ്റെ ശരീരം ചാട്ടുവാറുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് കീറി, അവിടെ നിന്നും രക്തമൊഴുകി. കർത്താവിൻ്റെ കൈകളും കാലുകളും ആണിയടിച്ചു, ശരീരത്തെ ദണ്ഡിപ്പിച്ചു. മാനസികമായി കർത്താവിന് വലിയ പീഡ കൊടുത്തു, നിന്ദിച്ചു, ആക്ഷേപിച്ചു, അർത്ഥനഗ്നനാക്കി. അത് കാണുമ്പോൾ ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മാനവരാശിക്ക്, ആദാമ്യ വംശത്തിന് പാപമോചനവും ശാപമോചനവും, പാപത്തിന്മേലും ശാപത്തിന്മേലും മാത്രമല്ല രോഗത്തിന്മേലും എല്ലാമുള്ള ജയം കാൽവറിയിൽ നേടിയ സന്തോഷത്തിൻ്റെ വെള്ളിയാഴ്ചയാക്കി കർത്താവ് തീർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഗുഡ് ഫ്രൈഡേ എന്ന് മറ്റ് രാജ്യക്കാർ പറയുന്നത്. മലയാളികളായി നമ്മൾ ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നു. എന്തുമാകട്ടെ, സാരമില്ല, ഇത് ഒരനുഭവമായി നമുക്ക് തീർക്കണം. പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ വിജയം നേടിയത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശ് മരണം മൂലം നമുക്കെന്ത് കിട്ടി? മാനവരാശിക്ക് എന്ത് കിട്ടി? അല്ല, എനിക്കെന്ത് കിട്ടി? നിങ്ങൾക്കെന്ത് കിട്ടി? അതാണ് നാം വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുക്രിസ്തു കാൽവറിയിൽ നേടിയ ആ ഏകയാഗം, പരമയാഗം, നിഷ്കളങ്കയാഗം, ആ യാഗം കൊണ്ട് എന്താണ് ലഭിച്ചത് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഈ പ്രവചനം എഴുതി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, അങ്ങനെ അനേക കാര്യങ്ങൾ എഴുതി. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും എല്ലാം എഴുതി. എന്തിന്? കബറടക്കത്തെക്കുറിച്ച് എഴുതി. എല്ലാം തിരുവചനത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:5, എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് തകർക്കപ്പെട്ടത്? അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. യേശു മുറിവേറ്റത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്. നമ്മുടെ അകൃത്യങ്ങൾക്ക് മോചനം തരാനാണ്, നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം തരാനാണ്.
ഒരു തെറ്റ് ചെയ്ത ഒരാൾ ശിക്ഷിക്കപ്പെടണം. അത് ലോകത്തിലെ എല്ലാ നീതിന്യായ കോടതികളും പറയുന്നതാണ്. തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം. ദൈവിക വ്യവസ്ഥ അത് തന്നെയാണ്. നിത്യനായ ദൈവത്തിൻ്റെ വ്യവസ്ഥ അതാണ്. പാപം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അത് ദൈവത്തിന് തന്നെ നീതി മാറ്റാൻ പറ്റുകയില്ല. പാപികളായ നമ്മൾ ആദാമ്യ വംശം, ആദാം മുതൽ ആദാമ്യ വംശത്തിൽ പിറന്നവരായ നാം ഓരോരുത്തരും പാപം ചെയ്തു, ആ ശാപത്തിൽ പിറന്നു. നാം പാപം ചെയ്യാത്തപ്പോഴും നാം പാപികളായി തന്നെ ജനിച്ചു. എന്നാൽ ഈ പാപം എങ്ങനെ മോചിക്കും? ഒരു വഴിയേ ഉള്ളൂ, പരമയാഗം. യാഗം വേണം, ശിക്ഷ വേണം. ആ യാഗമാണ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ തിരുക്കുമാരനായ യേശുക്രിസ്തുവിനെ പരമയാഗമാക്കി. കാൽവർ ക്രൂശിൽ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ, ആ യാഗത്താൽ പാപമോചനം സാധ്യമായി. അത് എന്നേക്കുമുള്ള പാപമോചനമാണ്, ഒരു ദിവസത്തേക്കല്ല. എന്നേക്കുമുള്ള പരമയാഗമാണ് യേശുവിൻ്റെ യാഗം. അങ്ങനെയാണ് യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നത്. അതേ മകനെ, പ്രിയമകളെ, നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്താനാണ് കാൽവറിയിൽ യേശു മരിച്ചത്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നാം യേശുവിനെ സ്നേഹിക്കും, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കും. കർത്താവിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ഹി ഷവേഡ് അൺകണ്ടീഷണൽ ലവ് ഈവൻ ഇൻ സഫറിങ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് അവിടെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വാസ്തവമായ സ്നേഹം, പെയിനില്ലാതെ സ്നേഹമില്ലെന്ന് പറയും. സാക്രിഫൈസ് ഇല്ലാതെ ലവ് ഇല്ല എന്ന് പറയും. ലവ് ഉണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ സാക്രിഫൈസോടുകൂടിയ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, വലിയ ചിലവൊന്നുമില്ല. ചെലവ് ചെയ്ത് സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. കർത്താവിന് സ്തോത്രം. എന്നാൽ യേശു എന്താണ് ചെയ്തത്? നമുക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ചു. കുറച്ച് പൈസ ചെലവഴിക്കുകയല്ല ചെയ്തത്, നമുക്ക് വേണ്ടി കുറച്ച് ആരോഗ്യം ചെലവഴിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ചെലവഴിച്ചു. നാം ആരായിരുന്നു? നാം പാപികളായിരുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. കാരണം പാപികളായി നമ്മെ രക്ഷിക്കുവാനുള്ള എൻ്റെ കർത്താവിൻ്റെ അടങ്ങാത്ത ദാഹം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിക്കിയാൽ സ്നേഹം വെളിപ്പെടുത്തി. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെ നമ്മെ കർത്താവ് സ്നേഹിച്ചു, പാപികളായി നമ്മെ സ്നേഹിച്ചു. അതേ, പാപികളെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും നീ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, മകനെ, മകളെ, നിന്നെ യേശു സ്നേഹിക്കുന്നു. യേശുവിൻ്റെ യാഗത്താൽ, കാൽവറി യാഗത്താൽ നിൻ്റെ പാപം മാഞ്ഞ് നിനക്ക് നല്ല ജീവിതം, ജയജീവിതം കിട്ടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹി പെയ്ഡ് ദ പ്രൈസ് ഓഫ് അവർ സാൽവേഷൻ. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ക്രൂശിൽ പേ ചെയ്തു. ഹി പെയ്ഡ് ദ പ്രൈസ് ഫോർ അവർ സാൽവേഷൻ. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ സൗജന്യമാണ് രക്ഷ എന്ന് നാം പറയും, അല്ലേ? രക്ഷ സൗജന്യമാണ്, പക്ഷെ പേ ചെയ്ത ഒരാളുണ്ട്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിലെന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാണ്ട് വിലയേറിയ രക്തം കൊണ്ടത്രേ. ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ആ വിലയേറിയ വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ വിലയേറിയ രക്തമേശു ചിന്തി. ഹി പെയ്ഡ് ഓൾ ദ പ്രൈസ് ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയ്ക്കുള്ള എല്ലാ വിലയും യേശു കാൽവറിയിൽ കൊടുത്തു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ആ സ്നേഹം കാൽവറിയിലെ സ്നേഹം. അടുത്തത് എന്താണ്? കർത്താവിന് സ്തോത്രം. ഹി ബ്രോക്ക് ദ പവർ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. യേശുക്രിസ്തു കാൽവറിയിൽ പാപത്തിൻ്റെ ശക്തിയും പാപത്തിൻ്റെ അധികാരത്തെയും തകർത്തു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായവും
മറ്റേ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഞാനതെല്ലായിടത്തും വായിക്കാൻ സമയം കളയുന്നില്ല. കർത്താവിന് സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശക്തിയെ തകർത്തു. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായ യേശു ക്രൂശിൽ. ഹല്ലേലൂയ. ഹി ബ്രോക്ക് ദ പവർ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരത്തെ കർത്താവ് തകർക്കുകയായിരുന്നു. മാത്രമല്ല, അടുത്തത് എന്താണ്? ഹി ഗേവ് us ദ ഹോപ്പ് ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ്റെ ആ ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നു വന്നു. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് നമ്മുടെ ഈ ഭൂമിയിലെ ചില പ്രതീക്ഷകൾ മാത്രം നമുക്ക് നേടിത്തരാനല്ല, നമ്മുടെ ഈ ഭൂമിയിലെ ചില രോഗങ്ങളോ ഈ ഭൂമിയിലെ കടബാധ്യതകളോ കഷ്ടപ്പാടുകളോ മാറ്റിത്തരാൻ വേണ്ടി മാത്രമല്ല. അതും തരും. പക്ഷെ അതിലെല്ലാം ഉപരിയായി കാൽവറിയിൽ യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് അന്യപ്പെട്ടിരുന്ന നമുക്ക് നിത്യസ്വർഗത്തിൻ്റെ അധികാരം തരാനാണ്. എങ്ങനെ? കാൽവറിയിലെ യാഗത്താൽ. എബ്രായലേഖനം പറയും, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കി തീർത്തു. എത്ര മനോഹരമാണത്! ഹല്ലേലൂയ. യേശുവിൻ്റെ യാഗത്താലല്ലാതെ ആരും ദൈവരാജ്യത്തിലെത്തുന്നില്ല, സ്വർഗരാജ്യത്തിലെത്തുന്നില്ല. യേശുവിൻ്റെ യാഗം അതാണ് കാൽവറിയിൽ നേടിത്തന്നത്. മാത്രമല്ല, നാം ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പിലല്ലായിരുന്നു. പാപിയായ മനുഷ്യനും ദൈവവുമായി അകൽച്ചയിലായിരുന്നു. കാരണം പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. എന്നാൽ യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ മനുഷ്യനും ദൈവവുമായി അടുത്തു. എങ്ങനെയാണ്? പാപിയായ മനുഷ്യനെ നീതിമാനായ ദൈവം നോക്കുമ്പോൾ അവൻ പാപിയാണ്. എന്നാൽ പാപിയായ മനുഷ്യൻ്റെയും വിശുദ്ധനായ ദൈവത്തിൻ്റെയും മധ്യത്തിൽ യേശു കയറി നിന്നു. യേശു തൻ്റെ കയ്യിലെ തിരുരക്തം കാണിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിന്നപ്പോൾ പിതാവാം ദൈവം യേശുവിൻ്റെ രക്തത്തിലൂടെ പാപിയായ മനുഷ്യനെ നോക്കി. അപ്പോൾ നാം പാപമില്ലാത്തവരായി തീർന്നു. എന്തൊരു ആത്മീയ ആഴമാണത്! യേശുവിൻ്റെ രക്തത്തിലൂടെ പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവം നോക്കുമ്പോൾ, ആ രക്തത്തിലൂടെ നോക്കുമ്പോൾ രക്തത്തിൻ്റെ ആ വിശുദ്ധിയാണ് കാണുന്നത്. പാപം നമുക്ക് മറച്ചു തന്നു. യേശു ചെയ്തത് എന്തെല്ലാമാണ്? നമ്മുടെ പാപക്കറകൾ കഴുകിത്തന്നു, മറച്ചു തന്നു. മാത്രമല്ല, യേശു നമുക്ക് രോഗത്തിന്മേൽ ജയം തന്നു. രോഗം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് ചുമന്നു. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന യശയ്യാപ്രവചനത്തിലുണ്ട്. യേശു കാൽവറിയിൽ നേടിത്തന്ന് നമുക്ക് രോഗത്തിന്മേൽ ജയമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ സമയം കുറവുള്ളതുകൊണ്ട് എടുത്ത് വായിക്കുന്നില്ല. യശയ്യാ 53 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിലെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി ശാപത്തിൽ നിന്ന്. ഹല്ലേലൂയ. നാം ശാപഗ്രസ്തരായിരുന്നു. എന്നാൽ നമ്മുടെ ശാപം പൊക്കാൻ ആർക്കും കഴിയില്ല. മന്ത്രത്തിനോ മരുന്നിനോ മറ്റ് ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾക്കോ കർമ്മങ്ങൾക്കോ വഴിപാടുകൾക്കോ ഒന്നും മനുഷ്യൻ്റെ ശാപം പോക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ യാഗം മൂലം, യേശു ശാപഗ്രസ്തനെ പോലെ ക്രൂശിൽ തൂങ്ങിയതുമൂലം മാനവരാശിയുടെ ശാപം മാറി. 3 തലമുറകൾ ഭ്രാന്തിൻ്റെ ശാപത്തിൽ കിടന്ന എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇന്ന് 4 തലമുറകൾ സ്വഭാവത്തോടെ ജീവിക്കാൻ കാരണം യേശുവിൻ്റെ കാൽവറിയിലെ യാഗമാണ്. ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ കാരണം, ഞങ്ങൾക്ക് പാപത്തിന്മേലും ശാപത്തിന്മേലും കർത്താവ് വിടുതൽ തരാൻ കാരണം കാൽവറിയിലെ യാഗമാണ്. അതേ, അത് നിങ്ങൾക്കും ബാധകമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കർത്താവ് എന്തെല്ലാം കാണിച്ചു തന്നു? നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഹ്യൂമിലിറ്റി, സാക്രിഫൈസ് ആൻഡ് ഒബീഡിയൻസ്. കർത്താവ് താഴ്മ കാണിച്ചു തന്നു. ത്യാഗം എന്താണെന്ന് കാണിച്ചു തന്നു. അനുസരണം എന്താണെന്ന് കാണിച്ചു തന്നു. എന്താണ് അനുസരണം? എന്താണ് ത്യാഗം? എന്താണ് എളിമ? കർത്താവിന് എന്തും ചെയ്യാമായിരുന്നു. കർത്താവ് ഒന്ന് പറഞ്ഞൊടിച്ചാൽ കോടിക്കണക്കിന് ദൂതന്മാർ ഇറങ്ങി വരും. പക്ഷേ കർത്താവ് ചെയ്തില്ല. കർത്താവെല്ലാം സഹിച്ചു, കർത്താവെല്ലാം വഹിച്ചു, കർത്താവെല്ലാം അനുസരിച്ചു. അങ്ങനെ നമുക്ക് മോചനം കിട്ടി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകമെമ്പാടും
ഉള്ള ക്രൈസ്തവർ ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ നമുക്ക് ഈ തിരുവചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവിക്കാം. ഓരോന്നും അനുഭവിക്കണം. പാപത്തിന്മേലുള്ള മോചനം, ശാപത്തിന്മേലുള്ള വിടുതൽ, രോഗത്തിന്മേലുള്ള സൗഖ്യം. മാത്രവുമല്ല, നമ്മെ പരമസമ്പന്നനായ കർത്താവായ യേശു ക്രിസ്തു ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും കർത്താവ് തീർത്തു തരും. എന്നാൽ നാം ആദ്യം ചിന്തിച്ചതാണ് ഏറ്റവും വലുതായി കർത്താവ് ചെയ്തത്. ഹി ഗേവ് വാസ് ദ റൈറ്റ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അവകാശം തരികയത്, നിത്യജീവൻ്റെ അവകാശം തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിടുക്കത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? കാൽവറിയിലെല്ലാം നിവർത്തിച്ചു. യേശു പറഞ്ഞു എല്ലാം നിവൃത്തിയായി എന്ന്. എല്ലാം നിവൃത്തിയായി. എവരിതിങ് അക്കംപ്ലിഷ്ഡ്. കർത്താവിന് സ്തോത്രം. എല്ലാം നിവർത്തിച്ചു. കാൽവറിയിൽ ഒരു മനുഷ്യന് വേണ്ടതല്ല, മാനവരാശിക്ക് വേണ്ടതല്ല, ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായുള്ള എല്ലാ കാര്യങ്ങളും, നിത്യത ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതെല്ലാം നിർവഹിച്ചത് കാൽവറിയിലെ യാഗത്താലാണ്. അതുകൊണ്ടാണത് ഏറ്റവും ശ്രേഷ്ഠമായത്. അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് നാം മാത്രം ഒതുക്കി വെക്കരുത്. അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ, ജീവിത സമയത്ത് മുഴുവൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ സമയങ്ങളിലും ഈ കാൽവറിയിലെ യാഗം നാം ഓർക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ അതോർത്ത് ആരാധിക്കുകയും ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് ചെലവഴിക്കാം. യേശുവിനെ നമുക്ക് ഉയർത്താം. യേശുവിൻ്റെ നാമോത്വത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. യേശു നേടിത്തന്ന കാൽവറിയിലെ വിജയം അനുഭവിച്ചുകൊണ്ട് പാപത്തിന്മേലും ശാപത്തിന്മേലും രോഗത്തിന്മേലും ദാരിദ്ര്യത്തിന്മേലും ഞെരുക്കത്തിന്മേലുമുള്ളതായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് വാസ്തവമായി യേശുവിനെ സ്നേഹിച്ച യേശുവിൻ്റെ സാക്ഷികളാകാം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാം. നിത്യജീവൻ്റെ അവകാശികളാകാം. അനേകർ ഒരുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വേലയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ യേശു നമ്മെക്കുറിച്ച് സന്തോഷിക്കും. വെറും ഒരു ചടങ്ങും ആചാരവുമായി ദുഃഖ വെള്ളിയാഴ്ച തീർക്കാതെ നമുക്ക് വാസ്തവമായി യേശു കാൽവറിയിൽ നേടിയത് അനുഭവിച്ചുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരും ജീവിതം സമർപ്പിക്കൂ. കർത്താവ് സന്തോഷിക്കട്ടെ, കർത്താവ് ആനന്ദിക്കട്ടെ. അങ്ങനെ സൗഭാഗ്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിലെ സ്പെഷ്യൽ മെസ്സേജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ.